നമസ്കാരം കൂട്ടുകാരെ. 2016 പുറത്തിറങ്ങിയ ഏറെ രസകരമായ ഒരു ചലച്ചിത്രം സ്പെക്ട്രൽ. ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ഡോക്ടർ മാർക്ക് ക്ലെയിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഡാർപ അഥവാ ഡിഫൻസ് അഡ്വാൻസ് റിസർച്ച് പ്രൊജക്ട് ഏജൻസിയുടെ പ്രധാന ഭാഗമായിരുന്നു അദ്ദേഹം. അവിടുത്തെ ഒരു ശാസ്ത്രജ്ഞനാണ്. ഡാർപ്പയിൽ നിന്നായിരുന്നു നൂതന സാങ്കേതിക വിദ്യകൾ മിലിറ്ററിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി സന്നദ്ധമാക്കുന്നത്. ക്ലെയിൻ എന്നൊരു ജങ്ക്യാർഡിലെത്തി ആവശ്യമായ എന്തോ വസ്തു തിരയാൻ തുടങ്ങി. ഒടുവിലൊരു വസ്തു അയാൾക്ക് കണ്ടുകിട്ടി. അതുമായി അയാൾ തന്റെ ഓഫീസിലേക്ക് ചെന്നു. പരീക്ഷണത്തിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് അതുപയോഗിച്ച് എന്തോ ചെയ്ത് അയാൾ ജീവൻ വെപ്പിച്ചു. ഹൈപ്പർ സ്പെക്ട്രൽ ഗ്ലാസ് എന്നായിരുന്നു അയാൾ അതിന് പേരിട്ടത്. കലാപം ഉണ്ടാകുമ്പോൾ US മിലിറ്ററിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ന തരത്തിൽ അയാൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഒരു ദിവസം ഡോക്ടർ മിൻഡാല ക്ലെയിനെ കാണാനെത്തി. മോൾഡോവൻ വാറിനയക്കപ്പെട്ടിരിക്കുന്ന US ആർമി ലീഡറായ ജനറൽ ജെയിംസ് ഓർലാൻ തന്നെ കോണ്ടാക്ട് ചെയ്തെന്നും ക്ലെയിന്റെ ഹൈപ്പർ സ്പെക്ട്രൽ ഗ്ലാസിൽ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് എന്നും വ്യക്തമാക്കി. ക്ലെയിനിനോട് മോൾഡോവൻ വാർ നടക്കുന്ന ഇടത്തേക്ക് പോയി ജനറലിനെ നേരിട്ട് കാണാൻ അയാൾ നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് US മിലിറ്ററി ഔട്ട്സ്പേസിലേക്ക്, അതായത് ചെസിനോയിലേക്ക് ക്ലെയിൻ വന്നിറങ്ങി. അധികം വൈകാതെ ജനറൽ ഓർലാൻഡിനെയും CIA ഓഫീസർ ഫ്രാൻ മാഡിസനെയും അവിടെ വെച്ച് ക്ലെയിൻ പരിചയപ്പെട്ടു. കലാപകാരികൾക്കെതിരെ പോരടിക്കാൻ ജനറൽ ഒരു യൂറ്റ ടീമിനെ അയച്ചിരുന്നു. യൂറ്റ ടീമിന്റെ സ്പെക്ട്രൽ ഗ്ലാസുകൾ ഷൂട്ട് ചെയ്ത ഒരു വിഷ്വലുണ്ട്. ആദ്യം അതൊക്കെ വെറും സാങ്കേതിക തകരാറാണ് എന്നായിരുന്നു ചിന്തിച്ചത്. പക്ഷെ അത് അങ്ങനെയല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. യൂറ്റ ടീം റെക്കോർഡ് ചെയ്ത വിഷ്വലിൽ വളരെ വിചിത്രമായി ഒരു മായാരൂപം കാണാമായിരുന്നു. കണ്ടാൽ ബോധമെന്നോ മറ്റോ വിളിക്കാവുന്ന ഒന്ന്. ആ രൂപമാണ് ഒട്ടുമിക്ക സോൾജേഴ്സിനെയും ഞൊടിയിടയിൽ കൊന്നുതള്ളിയത്. പക്ഷേ ക്ലെയിൻ പറഞ്ഞു അതൊരിക്കലും ഒരു ഇന്റർഫിയറൻസ് ഒന്നുമല്ല, സാങ്കേതിക തകരാറല്ല. ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്താണോ അത് ശരിയാണ്. ഞാനിത് സുപ്പീരിയേഴ്സിന് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ക്ലെയിന് പറയാനുള്ളത്? ഓർലാൻഡ് ചോദിച്ചു. ഇതേ സമയം CIA ഓഫീസറായ ഫ്രാൻ ആകട്ടെ തന്റെ അഭിപ്രായം പറഞ്ഞു. ശത്രുക്കൾ പ്രത്യേക തരത്തിലുള്ള സ്യൂട്ടുകൾ വല്ലതും ധരിച്ച് അങ്ങനെ ആവുന്നതാണെങ്കിലോ എന്ന തരത്തിലായിരുന്നു അവളുടെ സംശയം നീണ്ടത്. അതിന്റെ ക്ലിയർ പിക്ചർ കിട്ടാൻ കുറച്ചുകൂടി അടുത്തു നിന്ന് നേരിട്ടതിനെ കാണേണ്ടി വരുമെന്നും അതിനായി യുദ്ധമുഖത്തേക്ക് തനിക്ക് പോകണമെന്നും എന്നിട്ട് താൻ ഫൈനൽ റിപ്പോർട്ട് പറയാം എന്നും ഓർലാൻഡിനോട് ക്ലെയിൻ അറിയിച്ചു. അധികം വൈകാതെ കൊല്ലപ്പെട്ട യൂട്ട ടീം പോയ അതേ ഇടത്തേക്ക് തന്നെ ക്ലെയിനിനെയും ഫ്രാൻ മാഡിസനെയും കൂടുതൽ റിസർച്ചിനായി അയക്കാൻ ഓർലാൻഡ് തയ്യാറായി. ഒരു സംഘം ഡെൽറ്റ ഫോഴ്സ് ഓപ്പറേറ്റേഴ്സ്, അതായത് പട്ടാള സംഘവും അവരുടെ കൂടെ ചെല്ലും. ക്യാപ്റ്റൻ സെഷനായിരുന്നു അവരുടെ ലീഡർ. ക്യാപ്റ്റൻ കാർബറയും അവരുടെ കൂടെ തന്നെ കാണും. അങ്ങോട്ടേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു ടാങ്കിന് മുകളിൽ താൻ ഡെവലപ്പ് ചെയ്ത വലിയൊരു ഹൈപ്പർ സ്പെക്ട്രൽ ക്യാമറ ക്ലെയിൻ സ്ഥാപിക്കുന്നുണ്ട്. എന്താണ് ആ മായാരൂപമെന്ന് കണ്ടെത്തുക. ഒരുപക്ഷെ കോണ്ടാക്ട് ഒന്നും കിട്ടാതെ അവിടെ ജീവനോടെ യൂട്ട ടീം കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക. അതായിരുന്നു ആ പോകുന്ന ഡെൽറ്റ ടീമിന്റെ ടാസ്ക്. അധികം വൈകാതെ ടീം പ്രശ്നബാധിത പ്രദേശത്തേക്ക് പുറപ്പെട്ടു. തകർന്ന ഒരു ബിൽഡിംഗിലേക്കായിരുന്നു അവർ എത്തപ്പെട്ടത്. ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറി അവിടൊക്കെ നിരീക്ഷിച്ച് സെർച്ച് നടത്തിയ ഡെൽറ്റ ടീമിന് യൂട്ട ടീമിലെ നിരവധി മെമ്പേഴ്സ് കൊല്ലപ്പെട്ട് കിടക്കുന്നതായിരുന്നു കാണാൻ കഴിഞ്ഞത്. പക്ഷെ വളരെ വിചിത്രമായി ഒരു കാര്യവും അവരൊക്കെ ശ്രദ്ധിച്ചു. കൊല്ലപ്പെട്ട ഒരു പട്ടാളക്കാരന്റെ ശരീരത്തിലും വെടിയുണ്ടയേറ്റ മുറിവോ മറ്റ് പരിക്കുകളോ ഒന്നുമില്ല. കൂടുതൽ തിരച്ചിലിൽ ഒരു ബാത്ത് ടബിന്റെ അടിയിൽ കയറി മറഞ്ഞുകിടന്നൊളിച്ചിരുന്ന കോംസ്റ്റോക്ക് എന്ന പേരുള്ള യൂട്ട ടീമിലെ ഒരു മെമ്പറെ മറ്റ് സോൾജേഴ്സ് കണ്ടെത്തുകയാണ്. അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. ഇതേസമയം 5ാം നിലയിൽ കുറച്ച് സോൾജേഴ്സ് തിരച്ചിൽ നടത്തുകയാണ്. ഉടനടി അവർക്കെതിരെ ഒരു മായാരൂപം കടന്നു വന്നു. മായാരൂപം ഞൊടിയിടയിൽ അവരെ ആക്രമിച്ചു. അവർ വെടിയുതിർക്കുകയും സ്ഫോടക വസ്തുക്കൾ പ്രയോഗിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും മായാരൂപത്തിന് അതൊന്നും മേൽക്കുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതോടെ ബാക്കിയുള്ള കുറച്ച് പട്ടാളക്കാർ അവിടെ നിന്ന് പിന്തിരിഞ്ഞോടി. ഒച്ചയും ബഹളവും കേട്ട ക്ലെയിനാണെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ താൻ തയ്യാറാക്കി കൊണ്ടുവന്ന ക്യാമറ വെച്ച് നോക്കി. വളരെ വ്യക്തമായി ക്ലെയിൻ അത് നോക്കി കണ്ടു. മായാരൂപത്തിന് മനുഷ്യന്റെ രൂപമാണുള്ളത്. പക്ഷെ അത് ഒരിക്കലും ഒരു മനുഷ്യനല്ല. വെള്ള ലൈറ്റ് പോലാണ് അത് കാണപ്പെടുന്നത്. ഒരു മിസൈൽ ലോഞ്ചർ എടുത്ത് ക്ലെയിൻ പറഞ്ഞ ഇടത്തേക്ക് മായാരൂപത്തെ മിസൈൽ വെച്ച് കൊല്ലുവാൻ ക്യാപ്റ്റൻ സെഷൻസ് ഒരു ശ്രമം നടത്തി. പക്ഷെ അത് വിഫലമായെന്ന് മാത്രമല്ല
മാത്രമല്ല മായരൂപം വന്ന് സെഷൻസിന്റെ ജീവനെടുക്കുകയും ചെയ്തു. അവിടെ തുടർന്നാൽ അപകടമാണ് എന്ന് കണ്ടതും ക്ലെയിനും ബാക്കിയുള്ള പട്ടാളക്കാരും ടാങ്കുമായി പുറപ്പെട്ടു പോവാൻ തുടങ്ങി. പക്ഷേ അവരുടെ ടാങ്ക് അപകടത്തിൽപ്പെട്ടു. അതൊരു ലാൻഡ് മൈനിൽ കയറി സ്ഫോടനത്തിനിരയായി. ആ അപകടത്തിൽ സർജന്റ് കോംസ്റ്റോക്കും കൊല്ലപ്പെട്ടു. അതോടെ മറ്റു വഴികളില്ലാതെ ഡെൽറ്റ ഫോഴ്സ് ടീം, അതായത് അങ്ങോട്ടേക്ക് മിഷനെത്തിയ ആ ഗ്രൂപ്പ് അവിടുത്തെ ഒഴിഞ്ഞൊരു ഫാക്ടറിയിൽ അഭയത്തിനായി കയറിപ്പറ്റുകയാണ്. ഊരിയെടുത്ത് കൊണ്ടുവന്ന് തന്റെ ഹൈപ്പർ സ്പെക്ട്രൽ ക്യാമറ ഉപയോഗിച്ച് ചുറ്റുപാടും നിരീക്ഷിക്കാൻ ക്ലെയിൻ ആരംഭിച്ചു. അവരെ പിന്തുടർന്ന് നിരവധി മായിക രൂപങ്ങൾ വരുന്നത് ക്ലെയിൻ നോക്കിക്കണ്ടു. പക്ഷേ നിലത്ത് ചിതറിക്കിടക്കുന്ന ചെറിയ ഇരുമ്പയിരുകൾ കാരണം അവർക്ക് മുമ്പോട്ട് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അകത്തേക്കെത്തിയിരുന്ന പട്ടാളക്കാരാകട്ടെ ഫാക്ടറിക്കകം സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ തുടങ്ങി. ആ പരിശോധനയിൽ ഞെട്ടിക്കുന്നൊരു കാഴ്ച അവർ കണ്ടു. 2 പെൺകുട്ടികൾ ആ ഫാക്ടറിക്കുള്ളിൽ കഴിച്ചുകൂടുന്നു. ആ പെൺകുട്ടികളോട് അവർ സംസാരിച്ചു. തങ്ങളുടെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നെന്നും അച്ഛൻ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഇരുമ്പയിരുകൾ ഫാക്ടറിക്ക് വെളിയിൽ വരച്ച് ഞങ്ങളെ സേഫാക്കിയിട്ടാണ് പോയത് എന്നുമായിരുന്നു ആ കുട്ടികൾ പറഞ്ഞത്. നേരത്തെ ഇവിടെ കൊല്ലപ്പെട്ട ആത്മാക്കളായിരിക്കാം ആ മായരൂപങ്ങളായി കാണപ്പെടുന്നത് എന്നും അതിലൊരു കുട്ടി അഭിപ്രായം പറയുന്നുണ്ട്. ഇതിനിടയിൽ കുറച്ച് പട്ടാളക്കാർക്ക് ബേസിലേക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. അവർ ബാക്കപ്പിനായി ഹെൽപ്പിനായി റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ അതിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. സുരക്ഷിതരായി അവർക്ക് അവിടെ നിന്ന് പോകണമെങ്കിൽ ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് എത്തണം. അതിനുവേണ്ടി അവർക്ക് വൈഡറായ തുറസായ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടണമായിരുന്നു. ഇതേ സമയം മറുവശത്ത് ക്ലെയിനാകട്ടെ തന്റെ ഹൈപ്പർ സ്പെക്ട്രൽ ക്യാമറ ഒരു സ്പോട്ട് ലൈറ്റായി വർക്ക് ചെയ്യാൻ പാകത്തിന് മോഡിഫൈ ചെയ്തു. ആ ലൈറ്റ് വെച്ചടിച്ചാൽ മായാരൂപത്തെ ആളുകൾക്ക് ഗ്ലാസുകളിലൂടെ അല്ലാതെ നേരിട്ട് കാണാൻ പറ്റുമായിരുന്നു. കൂട്ടത്തിലുള്ള തിരച്ചിലിൽ കുറെ ഇരുമ്പ് പൊടിയും ക്ലെയിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ക്ലെയിൻ അതുപയോഗിച്ച് അവിടുത്തെ മിലിറ്ററിക്കാരുടെ സഹായത്തോടെ സ്ഫോടക വസ്തുക്കളും മറ്റും നിർമ്മിച്ചെടുത്തു. കാരണം നിലവിലിപ്പോൾ മായാരൂപങ്ങൾ പ്രശ്നമായി കാണുന്നതും അവർക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്നതും ഒരേ ഒരു ആയുധമായ ഇതുമാത്രമാണ് എന്നവർ മനസ്സിലാക്കിയിരുന്നു. ഫാക്ടറിയുള്ള ഇടത്തു നിന്നും ഏതാണ്ട് 1/2 മൈൽ ദൂരത്തിലായിരുന്നു അവർക്ക് പോകേണ്ട ഇടമുണ്ടായിരുന്നത്. അങ്ങോട്ടേക്ക് എത്തിയാലേ ഹെലികോപ്റ്ററിൽ ബേസ് ക്യാമ്പിലേക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കൂ. അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളോടെയും അവർ തയ്യാറെടുത്തു. അധികം വൈകാതെ കുറെ മായാരൂപങ്ങൾ ഇരുമ്പുതരികളെയൊക്കെ മറികടന്ന് ഫാക്ടറിക്കകത്തേക്ക് എത്തുന്നത് അവർക്കൊക്കെ നോക്കിക്കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയും അവിടെ തുടരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ടീം ഫാക്ടറിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ആരംഭിക്കുകയാണ്. ഗ്രൂപ്പിനെ പിന്തുടർന്ന് മായാരൂപങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഡെൽറ്റ ഫോഴ്സിലെ ഒരു സംഘം സോൾജിയേഴ്സ് ബാക്കിയുള്ളവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു. അവർ തയ്യാറാക്കിയ പ്രത്യേക ആയുധങ്ങൾ വെച്ചിട്ടായിരുന്നു അത്. പക്ഷേ അതുപയോഗിച്ചും മായാരൂപങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അവരുടെ വേഗത കുറയ്ക്കാനേ പറ്റൂ. അവരെ തടഞ്ഞു നിർത്താനേ സാധിക്കൂ. അങ്ങനെ അവർ 1/2 മൈൽസിനപ്പുറമുള്ള അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവർ എത്തിച്ചേർന്നു. പക്ഷേ അപ്പോഴേക്കും ക്ലെയിൻ ഡെവലപ്പ് ചെയ്തിരുന്ന ഹൈപ്പർ സ്പെക്ട്രൽ സ്പോട്ട്ലൈറ്റ് കത്താതെ കെട്ടുപോയിരുന്നു. തൊട്ടു പിന്നാലെയായിരുന്നു അങ്ങോട്ടേക്ക് ബാക്കപ്പായ ടാങ്കുകളും പട്ടാളക്കാരുമൊക്കെ എത്തിച്ചേരുന്നത്. അവർ അവിടുത്തെ ബിൽഡിങ്ങിലേക്കും മറ്റും മായാരൂപങ്ങളെ വകവരുത്താനെന്ന മട്ടിൽ വെടിയുതിർക്കാൻ ആരംഭിച്ചു. അവർക്ക് ആ മായാരൂപങ്ങളെ പറ്റി വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങോട്ടേക്കെത്തിയ രക്ഷപ്പെടുത്താനെത്തിയ പട്ടാളക്കാരും മായാരൂപങ്ങളാൽ ഉടനടി കൊല്ലപ്പെടുകയാണ്. ഇതിനിടയിൽ ഗ്രൂപ്പിന്റെ കൂടെയുണ്ടായിരുന്ന 2 പെൺകുട്ടികളിൽ ഒരാൾ ഗ്രൂപ്പ് വിട്ട് മാറിപ്പോയിരുന്നു. അവരിലൊരാൾ മായാരൂപത്തിനാൽ കൊല്ലപ്പെട്ടു. അപ്പോഴേക്കും ഹെലികോപ്റ്ററും എത്തിയിരുന്നു. മായാരൂപങ്ങൾ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നവരെ വകവരുത്താൻ പാഞ്ഞെടുത്തു. പക്ഷേ ഹെലികോപ്റ്റർ ഫാനിൽ നിന്ന് വരുന്ന ശക്തമായ കാറ്റ് മായാരൂപങ്ങളെ തടഞ്ഞു നിർത്തുകയാണ്. രക്ഷപ്പെട്ട ക്ലെയിനും ഫ്രാൻ മാഡിസണും ഒരു കുട്ടിയും മറ്റു കുറച്ച് പട്ടാളക്കാരും ബേസിലേക്ക് പുറപ്പെട്ടു. അപ്പോഴാണ് ഓർലാൻഡിന്റെ കോൾ വരുന്നത്. ബേസും കുറച്ച് മായരൂപങ്ങൾ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു അവരറിഞ്ഞത്. അതോടെ ബേസിലേക്ക് പോകണ്ടെന്നും അടുത്തുള്ള സിവിലിയൻ ബങ്കറിലേക്ക് എത്താനും ഓർലാൻഡ് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ അവർ ആ ബേസിലെത്തി. അവിടുണ്ടായിരുന്ന പട്ടാളക്കാരോട് തന്റെ കണ്ടെത്തലുകളെ പറ്റിയവരെ ക്ലെയിൻ വിശദീകരിച്ചു. നേരത്തെ കണ്ട പെൺകുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ അടക്കം വെച്ച് നോക്കിയാൽ ഇത് മാൻമെയ്ഡ് ക്രിയേച്ചേഴ്സ് ആയിട്ടാണ് തോന്നുന്നത്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസിംഗ് മെത്തേഡാണ് അതിന് പിന്നിൽ പ്രയോഗിച്ചിരിക്കുന്നതും. ആ സാധ്യത വെച്ച് അവർക്ക് ഭിത്തികൾക്കിടയിലൂടെ സഞ്ചരിക്കാനും മനുഷ്യർക്കുള്ളിലൂടെ പാഞ്ഞ് ഒരു നിമിഷത്തിൽ അവരെ തണുപ്പിച്ച് കൊന്നുകളയാനും മറ്റും സാധിക്കും. ഇതേ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് ഇരുമ്പ് തരികളിലൂടെയോ ഇരുമ്പിലൂടെയോ സഞ്ചരിക്കൽ പ്രയാസമാണ്. സെറാമിക് മെറ്റീരിയൽസും അതുപോലെ തന്നെ. അതുകൊണ്ടായിരുന്നു ബാത്ടബിനടിയിൽ മറഞ്ഞിരുന്ന കോംസ്റ്റോക്കിനെ അവർക്ക് തൊടാൻ സാധിക്കാതെ പോയത്. മിക്കവാറും ശത്രുക്കളുടെ ബുള്ളറ്റ് പ്രൂഫ്
സോൾജേഴ്സിനെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ നിന്നും വഴിതെറ്റി ഉണ്ടാക്കപ്പെട്ടവയാകാം ഈ മായാരൂപങ്ങൾ എന്നുകൂടി ക്ലെയിൻ വിശദീകരിച്ചു. പിന്നാലെ ക്ലെയിൻ ഒരു കാര്യം കൂടി വ്യക്തമാക്കി, ഈ മായാരൂപങ്ങളെ നിയന്ത്രിക്കാനുള്ള തകർക്കാനുള്ള മെഷീൻസ് ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റും. മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്, മായാരൂപങ്ങൾക്ക് പവർ കൊടുക്കുന്ന ഒരു പവർ ഹൗസ് ഉണ്ടാകും, അത് ഷട്ട് ഡൗൺ ചെയ്യണം. അന്ന് രാത്രിയിൽ ഉറങ്ങാതെ ബാക്കിയായ പട്ടാളക്കാർക്കൊപ്പം ഓർലാൻഡിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യമായ ആയുധങ്ങൾ ക്ലെയിൻ വികസിപ്പിക്കാൻ ആരംഭിക്കുകയാണ്. പട്ടാളക്കാരുടെയൊക്കെ സഹായത്തോടെ അധികം വൈകാതെ ആവശ്യമായത്രയും ഉപകരണങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. കണ്ടൻസേറ്റ് ചെയ്യപ്പെട്ട ക്രിയേച്ചേഴ്സിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിവൈസ് ആയിരുന്നു ക്ലെയിൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. ആ ഒരു സമയത്താണ് മാഡിസൺ തന്റെ ഒരു കണ്ടെത്തലുമായി വന്നത്. അവരുള്ള മാസറോവിൽ ഒരു വെപ്പൺ റിസർച്ച് ലാബ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവിടെ ആയിരിക്കും ഈ മായാരൂപങ്ങളുടെ പവർ സോഴ്സ് ഉണ്ടാവുക. പിന്നാലെ മിഷനായി പ്ലാനുകൾ ആരംഭിച്ചു. ബാക്കിയുള്ള പട്ടാളക്കാരെയും മറ്റും 2 ടീമുകളായി പിരിക്കാനായിരുന്നു തീരുമാനം. മറ്റുള്ള പട്ടാളക്കാർ പുറത്തു ചെന്ന് മായാരൂപങ്ങളെ എതിരിടുമ്പോൾ മാഡിസണും ക്ലെയിനും കൂടി ആ ലാബിലേക്ക് ചെല്ലും. അവിടെ എന്താണോ വേണ്ടത് അതവർ പ്രവർത്തിക്കുകയും ചെയ്യും. അടുത്ത ദിവസം 2 ടീമും തയ്യാറായി പുറപ്പെടാനൊരുങ്ങി. ആ ബേസിൽ നിന്നും മാസറോവ് പവർ പ്ലാന്റും സിറ്റി സെന്ററും ലക്ഷ്യമാക്കി അവർ പറന്നുയർന്നു. അവിടെത്തി അവർ ക്ലെയിൻ ഡെവലപ്പ് ചെയ്ത് പുതിയ വെപ്പൺ പരീക്ഷിച്ചു. പരീക്ഷണത്തിൽ ഒരു മായാരൂപത്തെ ഇല്ലായ്മ ചെയ്യാൻ ആ വെപ്പൺ കൊണ്ട് സാധിച്ചത് കണ്ട് അവർക്കൊക്കെ ധൈര്യം കൈവന്നിരുന്നു. പട്ടാളക്കാർ ധൈര്യത്തോടെ മായാരൂപങ്ങളെ എതിരിടാൻ ആയുധങ്ങളുമായി മുന്നിട്ടിറങ്ങി. ഇതേ സമയം ക്ലെയിനും മാഡിസണും ലാബിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. അങ്ങോട്ടേക്ക് കടന്നു ചെന്നതും ക്ലെയിന് കാര്യങ്ങൾ വ്യക്തമായി. അവിടെ മുമ്പ് ഭരണത്തിലുണ്ടായിരുന്ന ആ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ശാസ്ത്രജ്ഞർ അവിടെ കുറെ ഡെവലപ്മെന്റുകൾ നടത്തിയിരുന്നു. മനുഷ്യരെ മോളിക്കുലർ ലെവലിൽ സ്കാൻ ചെയ്ത് അഡ്വാൻസ്ഡ് 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് അവരുടെ ഒരു പതിപ്പുണ്ടാക്കിയെടുത്ത് അതൊരു കണ്ടൻസേറ്റ് ഫോമിലാക്കി മരണപ്പെട്ട ഹ്യൂമൻസിന്റെ പെരിഫറൽ നെർവസും ബ്രെയിനും ഒക്കെ എടുത്ത് ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് അവർ ഡെവലപ്പ് ചെയ്തിരുന്നു. ഇതെല്ലാം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതാകട്ടെ ഇതിന് പവർ കൊടുക്കുന്നതാകട്ടെ ഒരു സെൻട്രൽ മെഷീനുമായിരുന്നു. അകത്തേക്ക് കടന്നു ചെന്ന മാഡിസണും ക്ലെയിനും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അവിടെ പ്രത്യേകം തയ്യാറാക്കിയ അറകളിൽ ഇനിയും നിരവധി മായാരൂപങ്ങളുണ്ട്. എപ്പോൾ വേണമെങ്കിലും അതൊക്കെ പുറത്തു ചാടിയേക്കാം. യുദ്ധക്കളത്തിൽ ഉപയോഗിക്കാനാണ് അവറ്റകൾ ഉണ്ടാക്കപ്പെട്ടതെങ്കിലും സിവിൽ വാർ നടന്ന സമയത്ത് അവിടം ഡാമേജ് ചെയ്യപ്പെടുകയും കൺട്രോളിലായിരുന്ന ആ രൂപങ്ങൾ പുറത്തു ചാടുകയുമായിരുന്നു എന്നും ക്ലെയിൻ വിലയിരുത്തി. സെറാമിക് സെല്ലുകളിൽ നിന്ന് കണക്ട് ചെയ്തു വന്ന സെൻട്രൽ മെഷീൻ ക്ലെയിൻ നോക്കിക്കണ്ടു. അതായിരിക്കും ആ മായാരൂപങ്ങളുടെ പവർ സോഴ്സ് എന്നും ക്ലെയിൻ മനസ്സിലാക്കിയിരുന്നു. അവിടുണ്ടായിരുന്ന ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ആ വയറുകളൊക്കെ കട്ട് ചെയ്തു മാറ്റാൻ ക്ലെയിൻ ശ്രമിക്കാൻ ആരംഭിച്ചു. ഇതേ സമയം ലബോറട്ടറിക്ക് പുറത്താകട്ടെ പട്ടാളക്കാരും മായാരൂപങ്ങളും തമ്മിലുള്ള പോരാട്ടം മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മായാരൂപങ്ങൾ കൊല്ലപ്പെടാതെ ഒത്തുചേർന്ന് വലിയ രൂപമായി മാറുകയുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞ ഓർലാൻഡ് ആകട്ടെ ഉടനടി ക്ലെയിൻ സൃഷ്ടിച്ച കുറേയധികം ആയുധങ്ങൾ ഒത്തുചേർത്തു വെച്ചു. ഒറ്റ വെടിയിലൂടെ ആ വലിയ രൂപത്തെ ഒറ്റയടിക്കില്ലായ്മ ചെയ്യാനായിരുന്നു ഓർലാൻഡിന്റെ പദ്ധതി. ഓർലാൻഡ് അത് പ്രവർത്തിക്കുകയും ചെയ്തു. ഇതേസമയം ലബോറട്ടറിക്കകത്ത് നീണ്ട പരിശ്രമത്തിലായിരുന്ന ക്ലെയിന് പവർ സോഴ്സിനെ ഡിസ്കണക്ട് ചെയ്യാൻ സാധിച്ചു. അതോടെ അവശേഷിച്ച എല്ലാ മായാരൂപങ്ങളും ഞൊടിയിടയിൽ ഇല്ലാതാവുകയാണ്. പിന്നാലെ ക്ലെയിനും മാഡിസണും അടുത്ത ലബോറട്ടറി മുറിയിലേക്ക് ചെന്നു. അവിടെ നിരവധി മൃതദേഹങ്ങളും മറ്റും ഉണ്ടായിരുന്നു. അവയുപയോഗിച്ചാണ് മായാരൂപങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളത് ക്ലെയിന് മനസ്സിലാവുകയും ചെയ്തു. അതിന്റെ സാമ്പിൾസും അവിടെ നിന്ന് ക്ലെയിൻ നോക്കിക്കണ്ടു. ആ മനുഷ്യ ശരീരങ്ങളൊക്കെ ഒരുപാട് വേദന ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടാകും. രൂപങ്ങളായി ജീവിക്കുവാൻ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ക്ലെയിൻ തിരിച്ചറിഞ്ഞിരുന്നു. ആ മെഷീൻ ഓഫ് ചെയ്ത് ആ മനുഷ്യ ശരീരങ്ങൾക്കും ക്ലെയിൻ മുക്തി കൊടുത്തു. അങ്ങനെ പ്രധാന പ്രശ്നം അവസാനിച്ചതും മിലിറ്ററി സംഘവും മറ്റും ചേർന്ന് റിബൽസിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ആയിടമൊക്കെ പിടിച്ചെടുക്കാനുള്ള ശ്രമം വീണ്ടും ആരംഭിച്ചു. ലാബിൽ നിന്നും അവിടുത്തെ പവർ സോഴ്സ് മെഷീനും മറ്റു കാര്യങ്ങളും എടുത്തുകൊണ്ടുവന്ന് തങ്ങൾക്ക് വേണ്ടി പ്രത്യേക തരത്തിൽ ഉപയോഗിക്കാനും ക്ലെയിൻ തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി ഒരു സംഘവും നിയോഗിക്കപ്പെട്ടു. മാഡിസണോടും ജനറൽ ഓർലാൻഡിനോടും യാത്ര പറഞ്ഞ് മാഡിസൺ തന്റെ ജന്മനാട്ടിലേക്ക് തിരിക്കുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.